Good evening all. അപ്പൊ നമുക്ക് ഇന്ന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. Yes, good evening. Good evening. There is a special request before your presence that നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊരു റിവിഷന് ഞങ്ങളെ സഹായിക്കുന്ന ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ അവർ. ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ സാറേ. ഐ വിൽ സെൻഡ് ടു യു. സെൻഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാ? അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കാം. എന്നാ വായിച്ചോളൂ. ഓക്കെ, ഒരു മിനിറ്റ്. എന്നാ ഞാൻ മിസ്സിനോട് അയക്കാൻ പറഞ്ഞു. അതോ അടുത്ത ക്ലാസ്സിന് മതിയോ? എങ്ങനെയാ? കാരണം ഇനിയിപ്പോ നമ്മുടെ we are going to prepare for the model examinations. That is why I am asking you for. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആരയച്ചെന്നേ? ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന PDF. ഏത് മിസ് അയച്ചതാ? ഇത് ഇവിടെ മിക്കവാറും ഇനിയിപ്പോ ഒരു 2 സബ്ജക്റ്റിന്റെ മാത്രമേ കിട്ടാനുള്ളൂ. അതല്ല സാറേ, ഏത് മിസ് അയച്ചതാ? എവിടത്തെ ബ്രാഞ്ചാണ് അയച്ചത്? ചോദിക്കാറുണ്ട് എനിക്ക്. അങ്കമാലി. ഞാൻ അങ്കമാലിയാ. അതായത് which type of chart is used to illustrate the relationship of the parts to a whole for more than one data? നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. എന്നിട്ട് ഞാനത് ജസ്റ്റ് നോക്കിയിട്ട് അതിന്റെ ആൻസർ ഒക്കെ കറക്റ്റ് ചെയ്ത് ഞങ്ങൾ തരാം. മതിയോ? അല്ല, അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനില്ലേ, ഞങ്ങളിപ്പോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ അപ്പിയറിംഗ് ഫോർ എക്സാമിനേഷൻ ലൈക്ക് ദിസ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് നമുക്ക് നോക്കാം. അത് അയച്ചു തരുമോ നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ തന്നെ ഞാൻ ക്ലാസ് ഇരിക്കാം 2 ദിവസത്തിനുള്ളിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനത് നോക്കിയിട്ട് റിവൈസ് ചെയ്ത് നോക്കിയിട്ട് ആൻസേഴ്സ് ഒക്കെ അയച്ചു പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും നിങ്ങൾ അത് അയച്ചു തന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ എന്ത് ചെയ്യാ എഴുതി വെക്കാം. ആൻസേഴ്സ് എഴുതി. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നോട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാരും ബുക്ക് എടുത്തോളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാവേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് എല്ലാരും ഒന്ന് ടിക്ക് ചെയ്ത് വെച്ചോളൂ. ആരാണ് കണക്റ്റിംഗ് ഓഡിയോ എന്ന്? ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും ഇനി ട്ടാ. ഓക്കെ, 5 ഓപ്പറേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. 5 ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് കേട്ടോ. 5 ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്, ഔട്ട്പുട്ട്, കൺട്രോൾ. ഏതൊക്കെയാണ്? ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസിങ്, കൺട്രോൾ. ഇത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട്, കൺട്രോൾ. ഇത്രയാണ് നമ്മുടെ 5 ഓപ്പറേഷൻസ്. അത് പഠിക്കണം. പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ 18. കീർത്തിക്ക് എന്താ പറ്റിയത്? കണക്റ്റിംഗ് ഓഡിയോ ആവുന്നില്ലേ? ടൈപ്പ് ചെയ്യൂട്ടാ. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 18 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്? വാട്ട് ആർ ദ വേരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് കേട്ടാ. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് 2 പറഞ്ഞത്? 5 ഓപ്പറേഷൻ. പറഞ്ഞോ. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ പേജ് 18 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ. ഇത് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഗൈഡിലാണോ അതോ ടെക്സ്റ്റിലാണോ? ടെക്സ്റ്റില്. ഈ ടെക്സ്റ്റില്. ടെക്സ്റ്റില്ല. ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, അതെന്താവോ? ഇല്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് 4 സബ്ജക്റ്റിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതെന്താണോ വൈകണേ? എന്താന്ന് ചോദിച്ചാൽ നമ്മളെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ദ മിസ്റ്റേക്ക്. ഈ ഗൈഡാണോ? ഇതാണോ കിട്ടിയിരിക്കുന്നത്? നോ 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 നോ, അല്ലല്ല. ഇത് മാത്രമേ നമുക്കുള്ളത്. ഇതാണ് ഈ ഗൈഡ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഈ ഗൈഡാണ്. ആർക്കൊക്കെ ഇതുണ്ട്? ഈ ടെക്സ്റ്റ് ബുക്ക് ആർക്കൊക്കെ ഉണ്ട്? വേറെ this one.
ആണോ? ആ കുഴപ്പമില്ല. വേറെ ആർക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്? എനിക്ക് ഗൈഡാ കിട്ടിയേക്കണേ. ആണോ? ആ അപ്പൊ ചെറിയാൻ സാർ ഒരു കാര്യം ചെയ്യ്, എഴുതി വെക്കൂ, ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ഗൈഡ് ഉള്ളവര് 3-18 കേട്ടോ. ഗൈഡ് ഉള്ളവര് 3-18 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിലെയാണ് ഞാനിപ്പോ പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. എഴുതിയോ? ഒരു മിനിറ്റ്. എല്ലാരും എഴുതിക്കോന്നാ, നോട്ട് എടുത്തിട്ട് എഴുതിക്കോ, അതായിരിക്കും നല്ലത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 5 ബേസിക് ഓപ്പറേഷൻസ്? ഇവിടെ അങ്ങനെ ക്വസ്റ്റ്യൻ കിടപ്പില്ലല്ലോ. ടൈപ്പ് ചെയ്യണോ? അത് ക്വസ്റ്റ്യനകത്ത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഇത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. പക്ഷെ ആ ഗൈഡിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഗൈഡിൽ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മെമ്മറി യൂണിറ്റ് MU, കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതാണോ? അതാ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ. കുഴപ്പമില്ല, എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആരെങ്കിലും ഗ്രൂപ്പില് ഇടാൻ പറ്റുമെങ്കിൽ ആൻസർ ഇടാട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്. ഗൈഡില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗൈഡില് മീൻസ് ടെക്സ്റ്റില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ ഇല്ലേ? അതില് മൂന്നാമത്തെ ഇതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ബേസിക് 5 ഓപ്പറേഷൻസ്? ബേസിക് 5 ഓപ്പറേഷൻസ് ഇല്ലേ? ഓഫ് കമ്പ്യൂട്ടർ. ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ. പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are the various computer language? ഏതൊക്കെയാ? മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? വാട്ട് ആർ ദ വേരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്? അത് ഗൈഡിൽ ഉണ്ടാവുമല്ലോ. കണ്ടില്ല? ഗൈഡിൽ ഉണ്ടെന്ന് തോന്നണം. നോക്കട്ടെ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതെ. ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റത്തെ ഭാഗം. ഉണ്ടോ മാം? ആൻസർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? ഇതാണ് പറഞ്ഞത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്? അതന്നെ. അതാണോ? പക്ഷെ ഇതിനകത്ത് ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നാണ്. Then here ma'am said that what are the various computer languages ഉണ്ട്. അത് ശരിയാ, ക്വസ്റ്റ്യൻ ഈക്വൽ ആയിരിക്കും. കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്താണെന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് നോക്കി. അതായത് ലോ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, അങ്ങനെ ഉണ്ടോ നോക്കൂ. ഉണ്ട്. അത് എക്സ്പ്ലെയിൻ വേരിയസ്. അത് 15, ക്വസ്റ്റ്യൻ നമ്പർ 15. ഗൈഡുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. എക്സ്പ്ലെയിൻ വേരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഇമ്പോർട്ടന്റ്. ആൻസർ വേണോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ? അല്ല, അത് ഇതിനകത്തുണ്ട്. The term high level means closeness to the way in which machine understand the low level languages are. അങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിനെ നേരിട്ട് മനസ്സിലാക്കുന്ന ഭാഷയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് കാണാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ എഴുതിയത്? 5 ബേസിക് ഓപ്പറേഷൻസ്. 5 ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. അതിന്റെ ആൻസർ അയച്ചോ? അതിന്റെ ആൻസർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്, ഔട്ട്പുട്ട്, കൺട്രോൾ. കണ്ടോ?
കണ്ടവരൊന്ന് റേസ് ഹാൻഡ് ചെയ്താലേ അറിയാമായിരുന്നു. ഇൻപുട്ട് സ്റ്റോറേജ് ഇൻപുട്ട് സ്റ്റോറേജ് പ്രോസസിംഗ് ഔട്ട്പുട്ട് കൺട്രോൾ അല്ലേ? അതല്ലേ? അതന്നെ. അത് എഴുതിക്കോട്ടെ. ഇൻപുട്ട് സ്റ്റോറേജ് ഔട്ട് പ്രോസസിംഗ്. ഇതിപ്പോൾ എഴുതി വെക്കണോ? എഴുതി വെക്കേണ്ട ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റിന്ന് ടിക്ക് ചെയ്ത് പോയാ മതി. ഗൈഡില് കണ്ടില്ലെങ്കിൽ എഴുതി വെച്ചോളൂ. ഗൈഡ് ഉള്ളവര്. അതാണ് പ്രശ്നം, കണ്ടിട്ടില്ല. നിങ്ങൾക്ക് സിലബസ് ഇട്ടിട്ടുണ്ടോ പിള്ളേരെ? ഗൈഡിലുണ്ട് മാം. ടെൻഷൻ അടിക്കാതെ നോക്കി കഴിഞ്ഞാൽ കാണും. ഏറ്റവും ആദ്യത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ പേജില് മലയാളത്തിന്റെ തൊട്ട് മേളില് കമ്പ്യൂട്ടർ ആർ ഇൻപുട്ട് സ്റ്റോറേജ് പ്രോസസിംഗ് ഔട്ട്പുട്ട് കൺട്രോൾ. എന്നാ ടിക്ക് ചെയ്തോളൂ. പിന്നെ രണ്ടാമത്തെ ഗൈഡില് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേജ് മറിക്കുമ്പോ ആദ്യത്തെ ലൈൻ. അതാണോ? കമ്പ്യൂട്ടർ ആർ ഇൻപുട്ട് സ്റ്റോറേജ് പ്രോസസിംഗ് ഔട്ട്പുട്ട് ആൻഡ് കൺട്രോള്. നിങ്ങളുടെ ഗൈഡ് നോക്കിയേ. ഗൈഡില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതാണോ ഗൈഡ്? അല്ല. ഈസി ടിപ്സ് പ്ലസ് 2. ഏതായാലും മാം ഒന്ന് അത് ടൈപ്പ് ചെയ്ത് വിട്ടേര് കേട്ടോ. കാരണം ഗൈഡിലുണ്ട് ഒരു സെന്റൻസേ ഉള്ളു ശരിക്കും. ഇൻപുട്ട് സ്റ്റോറേജ് പ്രോസസ്. ഇത് രണ്ടാമത്തെ പേജിലല്ല, 6ാമത്തെ പേജിലുള്ളത്. ഇതുള്ളത് ഇത് 6ാമത്തെ പേജില് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 കിടക്കുന്നത്. പേജ് നമ്പർ 5 6. ഈ നമ്മുടെ ഗൈഡില് പേജ് നമ്പർ 6 ക്വസ്റ്റ്യൻ നമ്പർ 3 വാട്ട് ആർ ദ 5 ബേസിക് ഓപ്പറേഷൻ പെർഫോം ബൈ ദ കമ്പ്യൂട്ടർ? ഇൻപുട്ട് സ്റ്റോറേജ് പ്രോസസിംഗ് ഔട്ട്പുട്ട് കൺട്രോൾ. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ ആ 2 ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. സോഫ്റ്റ്വെയർ. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ വേരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്? അത് പറഞ്ഞില്ല, അതൊന്ന് പറഞ്ഞേക്കെ. വേരിയസ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞല്ലോ. മെഷീൻ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, മറ്റേ അസംബ്ലി ലാംഗ്വേജ്. എഴുതിക്കോട്ടെ. 18ാമത്തെ പേജില് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗൈഡില്. 18ാമത്തെ പേജ് 15 പോണ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അത് 18അല്ല, ഇപ്പോഴത്തെ 18ല് 15. അതന്നെ. അത് ലോ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്. ഇതല്ലേ? അതെ. നിങ്ങൾക്ക് സിലബസ് കിട്ടിയോ? ഇല്ല. ആർക്കും കിട്ടിയിട്ടില്ല സിലബസ്? എനിക്ക് സിലബസ് കിട്ടിയില്ല. അപ്പൊ എഴുതിക്കോ, അത് സിലബസ് തന്നെ എഴുതിക്കോ. ചാപ്റ്റർ പറയാം. ഞാൻ നമ്പർ ഇട്ട് പോവാവേ. ചാറ്റ് ബോക്സിൽ ഇടാൻ നോക്കിക്കോട്ടാ. രണ്ടാമത്തെ ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത്രയാണ് നമ്മുടെ സിലബസ്. കിട്ടിയാ? അതിലെ ബേസിക്
അപ്പൊ ഇത് മൊത്തം പഠിക്കണം അല്ലേ? കേക്കുന്നുണ്ടോ? കിട്ടി മാം. ഇവിടെ ഭയങ്കര മഴയാ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു 15 മിനിറ്റ് പഠിച്ചാൽ മതിയോ? ഇത്രയും ചാപ്റ്റർ ആണ് നമുക്ക് എക്സാമിനുള്ളത്. 6 ചാപ്റ്റർ കേട്ടോ. 6 ചാപ്റ്റർ. മിസ് എന്റെ ഗൈഡ് അവരുടെ പറഞ്ഞ ഗൈഡുമായിട്ട് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ആ ചാപ്റ്ററിന്റെ പേര് ഒന്ന് വായിച്ചു തരുമോ, അല്ലെങ്കിൽ വായിക്കുകയോ പറയാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഫസ്റ്റത്തെ ചാപ്റ്റർ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ മിസ്. ഒരു മിനിറ്റ് കേട്ടോ. അത് ഞാൻ എഴുതുന്ന കടലാസ് നോട്ട് ചെയ്തേക്കാം. ഹലോ, കേക്കുന്നുണ്ടോ? കേക്കാം മിസ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇനി ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്. പിന്നെ മെയിൽ മെർജ്. പിന്നെ ഫോർമുല ഫങ്ഷണൽ ചാർട്ട്സ്. ക്രിയേറ്റീവ് പ്രസന്റേഷൻ. ക്രിയേറ്റീവ് പ്രസന്റേഷൻ 12 ഞങ്ങൾക്കത്. ഫോർമുലാസ്, ഫങ്ഷൻസ് ആൻഡ് ചാർട്ട്സ് കഴിഞ്ഞ് അത് 8ാമത്തെ. പിന്നെ ക്രിയേറ്റീവ് പ്രസന്റേഷൻ 12ാമത്തെ ചാപ്റ്റർ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്. അല്ല, 3ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, ഞാൻ സിലബസ് പറയാ അവിടെ. കേക്കുന്നില്ല. സിലബസ് ഒന്നുകൂടെ പറയാമോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ചാറ്റ് ബോക്സിലുണ്ടോ? ഓക്കെ, ഐ വിൽ ഫൈൻഡ് ഇറ്റ്. ഗൈഡിൽ ചിലപ്പോ ചാപ്റ്റേഴ്സ് നമ്പേഴ്സ് സെയിം ഉണ്ടാവൂലേ? വ്യത്യാസം ഉണ്ടാവൂലേ ഗൈഡിലും? ഉണ്ട് മിസ്. എന്നാ ഒന്നുകൂടിയും പറയാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം, അതായിരിക്കും നല്ലത്. ഒന്ന് വെയിറ്റ് ആക്ക. എല്ലാരും ജസ്റ്റ് വായിച്ച ആ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇപ്പൊ വായിക്കണോ? ജസ്റ്റ് മനസ്സിൽ വായിച്ചോളൂ. അല്ല, ഉറക്കെ വായിക്കണോ? വേണ്ട. നമ്മ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ, അത് ഒന്ന് വായിച്ചു. ചാപ്റ്റേഴ്സ് അയച്ചിട്ടുണ്ട്, ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കോളൂ. കിട്ടി. മിസ്. കഴിഞ്ഞോ? ഇതിനകത്ത് DC, അതിൽ C ഇട്ടേക്കുന്നതിന്റെ അർത്ഥം എന്താ? എന്താ പറഞ്ഞേ? കേട്ടില്ല. സിയോ? ഇവിടെ അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ D, അതിൽ C എന്നിട്ടേക്കുന്ന ഒരു അത് ലാംഗ്വേജിന്റെ പേരാണോ? C കഴിഞ്ഞൊരു ഡോട്ട്.
ക്ലിയർ അല്ലല്ലോ. റേഞ്ച് പോകുന്നുണ്ടോ? റേഞ്ച് പോലെ. അതായത് അതില് ഡി, അത് ക്വസ്റ്റ്യൻ അതിനകത്ത് ബേസിക് ലാംഗ്വേജസില് അത് C4 സ്റ്റാർ കഴിഞ്ഞിട്ട് പിന്നീട് ഡി എന്ന് പറഞ്ഞ C ഡോട്ട് എന്നാണ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ഫോർ ഓൾ പർപ്പസ് such scientific application, commercial application, developing grammar, etc. Games, etc. ഡെവലപ്പിംഗ് ഗെയിംസ്. അതില് C ഡോട്ട് എന്നാണ് അതല്ലേ? അതെ, എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല, അതൊന്ന് C മനസ്സിലാക്കാൻ ആണ് വേണ്ടിയാ. ലാംഗ്വേജ്. C++ ആണ് ലാംഗ്വേജ്. ശരി. വായിച്ചോ എല്ലാരും? അതൊന്ന് കൺഫേം. ഓക്കെ. ഓക്കെ അല്ലേ? എന്ത് പറ്റി? മാഡം, ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് പേജ് നമ്പർ 15, ക്വസ്റ്റ്യൻ നമ്പർ 15. അല്ല, അത് ടെക്സ്റ്റിലെ നമ്പർ എത്ര അറിയത്തില്ല, അതുകൊണ്ടാ. ടെക്സ്റ്റിലെ എന്റെ ടെക്സ്റ്റില് സെയിം ആണെങ്കിൽ നിങ്ങളുടെ 15 ആയിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. പേജ് 15 ക്വസ്റ്റ്യൻ നമ്പർ ആണോ? അതിന്റെ പേജ് എത്ര? ക്വസ്റ്റ്യൻ നമ്പർ ടെക്സ്റ്റിലെ. ഓക്കെ, 15. അടുത്ത ചാപ്റ്റർ എടുത്തോളൂ. 15. നിങ്ങൾ സ്പീഡപ്പ് ആയിട്ട് വാങ്ങിക്കാൻ നോക്കട്ടോ. ഏതാ ടെക്സ്റ്റിന്റെ? ഏതിന്റെ പേരാ? അത് ഇപ്പോഴത്തെ ഇതിന്റെ പേജ്. ഓപ്പറേഷൻസ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 15ാമത്തെ വേരിയസ് കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ആ പേജ് എന്ന് പറഞ്ഞ പേജ് നോട്ട് ചെയ്ത് ടെസ്റ്റ് വരുമ്പോൾ അത് റെഫർ ചെയ്യാലോ എന്ന് ചോദിച്ചതാ. 18 അത് ഇതിനകത്ത്. അത് കുഴപ്പമില്ല. ശരിയെന്നാ. എന്നാ ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്റർ. സോഫ്റ്റ്വെയർ പറഞ്ഞില്ലല്ലോ. സോഫ്റ്റ്വെയർ ഒരു മിനിറ്റ്. 4ാമത്തെ അല്ലേ? സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഗൈഡിൽ ഉണ്ടാവും. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? സിസ്റ്റം സോഫ്റ്റ്വെയർ പേജ് എന്ന് പറയാവോ? പേജ് 16, 17 ഉണ്ട്. ആരെങ്കിലും ഗൈഡിൽ ഉണ്ടോന്ന് നോക്കിയേ. സോഫ്റ്റ്വെയർ എത്ര പേജ് നമ്പർ ഗൈഡ്? എന്റെ ഗൈഡില് 12ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ? അങ്ങനെയാണോ എല്ലാവർക്കും? അറിയില്ല. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലനേഷൻ ആണെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ക്വയറി ഇട്ടിട്ട് എക്സ്പ്ലെയിൻ. അല്ല മാം, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ. ഇവിടെ ഈ മഴ കാരണം ക്വസ്റ്റ്യൻ നമ്പർ 10 വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണോ 10ാമത്തെ ക്വസ്റ്റ്യൻ? 10ാമത്തെ ക്വസ്റ്റ്യൻ 15ാമത്തെ പേജ്. 16ാമത്തെ പേജിലെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 17ാമത്തെ പേജിലുണ്ട്. ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. പേജ് നമ്പർ 15 ഓൺവേർഡ്സ് ആണ്. അതെ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാ 3 ക്വസ്റ്റ്യൻ പറഞ്ഞത്? 5 ഓപ്പറേഷൻസ്. അല്ല, സോഫ്റ്റ്വെയർ മൊത്തം വേണം. സോഫ്റ്റ്വെയർ മൊത്തം വേണം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് വേണം. അത് വേണം. സോഫ്റ്റ്വെയറിന്റെ ഒരു പാർട്ടാണല്ലോ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻ 12 വരെ അതിനകത്തുള്ളതാണോ? വാട്ട് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അത് വേണം. അതെ, അതിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ്. ഒരു ബോക്സ് ഉണ്ട് അവിടെ. ഒരു ബോക്സ് ഉണ്ട്. സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതന്നെ. അപ്പൊ നമ്മള് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണോ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ, ശരിയല്ലേ? അതെ. ഓക്കെ അല്ലേ? അപ്പൊ 13 വേണ്ട. വാട്ട് ഈസ് ചാപ്റ്റർ 1 കേട്ടോ. ഏതാ?
എത്രയാണ് ചാപ്റ്റർ 1ന്റെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്? അപ്പൊ ഇനി അടുത്ത ചാപ്റ്റർ 3 അല്ലേ? ചാപ്റ്റർ 3 അല്ല, 4. 3 ഇല്ലേ? ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്. അല്ല 3 നമുക്ക് വേണ്ട. വേണ്ട, ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്. ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്. ഓക്കെ, എല്ലാവരും എടുത്തോ? എടുത്തെടുത്തു. ബാക്കിയുള്ളവരോ? ഒന്നെങ്കിൽ മ്യൂട്ടാക്കി പറയാ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. എടുത്തു മിസ്. ഓക്കെ, എടുത്തു മിസ്. അതില് എന്താണ് സ്പേസ് ബാർ ആൻഡ് ടാബ് കണ്ടോ? എന്താണ് വൺസ് മോർ എന്താ പറയണ്ടേ? ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാണ്. എടുത്തു. സ്പേസ് ബാർ പേജ് നമ്പർ 49 കണ്ടോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 49. ക്വസ്റ്റ്യൻ നമ്പർ 5, മെസ്സേജ് ചാറ്റ് ബോക്സിൽ പേജ് 49. What is the use of space bar and tab? അതല്ലേ? അതന്നെ. ഓക്കെ, ഇനി വാട്ട് ഈസ് ക്ലിപ്ബോർഡ്? നിങ്ങൾക്ക് എക്സാം അല്ല അടുത്തന്നെ. അതെ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ക്ലിപ്ബോർഡ്? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Word? header and footer. What are header and footer in MS Word? Okay. Header and footer in MS Word അല്ലേ? By page formatting എന്തോ? 15ാമത്തെ ചോദ്യം അല്ലേ? 15ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത എന്താ? 17ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ പേജ് ഫോർമാറ്റിംഗ്? നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, മലയാളാണെങ്കിലും. അത് കുഴപ്പമില്ല, അത് നോക്കിക്കോളാം. വാട്ട് ഡു യു മീൻ ബൈ പേജ് ഫോർമാറ്റിംഗ്? പേജ് നമ്പർ 17 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ. അതിന്റെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ, എങ്ങനെയാണെന്ന്. എങ്ങനെ സ്റ്റെപ്സ് ഉണ്ട് അതില്, നോക്കിയേ. സ്റ്റെപ്സ് എങ്ങനെയാണ് പേജ് ഫോർമാറ്റിംഗ് എടുക്കുക? പേജ് മാർജിൻ ക്യാൻ ബി ചേഞ്ച്ഡ് യൂസിങ് റൂളർ ഓർ പേജ് സെറ്റ്. അതല്ലേ സംഭവം ട്ടാ, പഠിക്കണേ. We can change the paper size as A4, letter, legal, etc. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ട് യു മീൻ ബൈ പാരഗ്രാഫ് ഫോർമാറ്റിംഗ്? ചിലപ്പോ ചോദിക്കാം നമ്മളോട്, എന്താണ് പേജ് ഫോർമാറ്റിംഗും പാരഗ്രാഫ് ഫോർമാറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തോ പറഞ്ഞേ, എന്നെ വിളിച്ചായിരുന്നോ? ഹലോ. പേജ് ഫോർമാറ്റിംഗും പാരഗ്രാഫ് ഫോർമാറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദിക്കും കേട്ടോ. അതെവിടെയാ ഉള്ളത്? അത് നമ്മൾ പഠിച്ചല്ലോ. പാരഗ്രാഫ് ഫോർമാറ്റിംഗ് പേജ് ഫോർമാറ്റിംഗ് വെച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാവൂലോ. അതിനനുസരിച്ച് നമ്മൾ ഡിഫറൻസ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ 18ാമത്തെ ക്വസ്റ്റ്യൻ പേജ് ഫോർമാറ്റിംഗ് അല്ല, സോറി, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് കേട്ടോ. പേജ് നമ്പർ 58. അത് പേജ് നമ്പർ 58. അതന്നെ. അപ്പൊ നമ്മുടെ ഗൈഡ് സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ളത്, ഷോർട്ട് കീസ്. ക്വസ്റ്റ്യൻ നമ്പർ 21 എല്ലാ ഷോർട്ട് കീസ് ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം.
കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തു, പക്ഷെ ചോദിച്ചത് വേറെ ആയിരുന്നു. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എല്ലാം നമ്പർ ചോദിക്കും. 21 ഈ കാണുന്ന ആ ടേബിൾ അല്ലേ? അത് കൺട്രോൾ ടു അതന്നെ, കൺട്രോൾ വൈ അത് അതല്ലേ? എനിക്ക് ഇമ്പോർട്ടന്റ് പറയാൻ പറ്റത്തില്ല. അതന്നെ, ഇമ്പോർട്ടന്റ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം പഠിക്കുക. കാരണം ഏതിനാ ചോദിക്കുന്നതെന്ന് പറയുന്നത്. ഷോർട്ട് കീസ് കണ്ടോ? അത് കണ്ടു. 21. ഓക്കെ. അപ്പൊ അതില് എന്തൊക്കെ ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും എല്ലാം പഠിക്കാം. കാണാപ്പട കണ്ണടച്ചിരുന്ന് പഠിക്കാം. അപ്പൊ കിട്ടും കേട്ടോ. കൂടുതൽ നോക്കേണ്ടത് ഏതാണെന്നറിയോ? കാര്യങ്ങളൊക്കെ ഇല്ലേ? കൺട്രോൾ സി എക്സ്, കോപ്പി പേസ്റ്റ് കട്ട്. അപ്പൊ കൺട്രോൾ സിയും പിയും ആണോ? കൺട്രോൾ സി എക്സ് വി കണ്ടോ? കൺട്രോൾ ചാറ്റ് ബോക്സിൽ അയച്ചിട്ടുണ്ട്, നോക്കിയേ. കൺട്രോൾ സി, കൺട്രോൾ എക്സ്, കൺട്രോൾ വി, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് ചോദിച്ചു വരുന്നത്. പക്ഷെ എപ്പോഴാ ചോദിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാം പഠിക്കണം. ഷോർട്ട് കീസ്. കൺട്രോൾ സിയും കൺട്രോൾ വിയും പിന്നെ നെക്സ്റ്റ് ഏതാ പറഞ്ഞേ? എക്സ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്, കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ. ഇനി അടുത്ത ചാപ്റ്റർ ഏതാ? ചാപ്റ്റർ 5 അല്ലെ? മെയിൽ മെർജ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതാന്ന് പറഞ്ഞാൽ മെയിൽ മെർജിന്റെ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 2. What are the types of documents in mail merge? Okay. അതന്നെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. പേജ് 65. അതെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7-ഉം ക്വസ്റ്റ്യൻ നമ്പർ 9 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7-ഉം ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 7. Right steps for merging documents in mail merge. അല്ലേ? അതന്നെ. ആര് തലമുറൊന്നും വേണ്ട, ഇത് എളുപ്പമാണ് പഠിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. മിസ് ഇതില് ഇപ്പൊ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഒന്ന് പറയാം മിസ് എഴുതാ. റൈറ്റ് സ്റ്റെപ്സ് ഫോർ merging documents in mail merge. Merging document in mail merge. എഴുതിയോ കീർത്തി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how we create envelopes by merging an address list. How can we create? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. Okay. How can we create envelopes by merging an address list? Merging an address list. 9 ആണോ 8 ആണോ ക്വസ്റ്റ്യൻ? 9. 9 75 പേജ്.
എല്ലാരും ഒന്ന് വീഡിയോ ഓണാക്കിയേ. ആരൊക്കെ എന്തൊക്കെ എഴുതണമെന്ന് അറിയാനാ. എല്ലാരും എഴുതണ്ടോന്ന് അറിയണ്ടേ. Yes. Please turn on video. Okay. പോരട്ടെ, എല്ലാരും വാ, വീഡിയോ ഓണാക്ക്. എത്ര പേരുള്ള നമ്മൾ ക്ലാസ്സിൽ? 25 പേരുണ്ടായിട്ട് വീഡിയോ ഓണല്ലേ? നിങ്ങളുടെ അറ്റൻഡൻസ് വേണമെങ്കിൽ വീഡിയോ ഓണാക്കി, അല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ല. ഇനി മുതൽ അങ്ങനത്തെ നിയമാക്കാൻ പോവാ. പിന്നെ എല്ലാരും വീഡിയോ ഓണാക്കിക്കോളും. നിങ്ങളുടെ പ്രസൻസിലാണ് എങ്ങനെ ഞാൻ പഠിപ്പിക്കും? ഞാൻ എങ്ങനെ വീഡിയോ ഓണാക്കിയിരുന്ന് പഠിപ്പിച്ചാ മതിയാ? എന്നെ തന്നെ നോക്കിയിരുന്ന്. If so, you come to our unit, then we can have to directly face to face. Yeah. എല്ലാരും ഫേസ് ആയിട്ട് ഇരുന്ന് പഠിച്ചാലാണ് നല്ല ഒരു കമ്പൈൻ ആയിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ തിരക്കാണെങ്കിൽ ഓക്കെ, അത് പറഞ്ഞാൽ മതി. അല്ലാത്തവര് ഫ്രീ ആണെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ആക്കൂ. ഇതല്ലേ അതിന്റെ മര്യാദ അല്ലേ? Sometimes some people will sitting before the screen with the topless. That is why they are not ചിലവരുണ്ട്, ചിലർ ഉറങ്ങുമ്പോഴും ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. എല്ലാരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? ബുക്കൊക്കെ അവിടെ? Next chapter. ശ്രീജ ബുക്ക് പൊക്കി കാണിച്ചെന്ന കണ്ടു. സാറ് എഴുതണമെന്ന് എനിക്കറിയാം. ഞാൻ എഴുതുന്നുണ്ട്. കറണ്ട് ഇല്ലേ? എന്തുപറ്റി? കറണ്ട് പോയാ? മഴയുണ്ടോ? ഓടി വന്നിരുന്നപ്പോഴേ അത്ര ശരി. എത്ര പേരുള്ളൂ? നമ്മള് 24 പേരുണ്ടായിട്ട് എത്ര പേരാ? 6 പേരെങ്ങാണ്ടാണ് ക്യാമറ ഓൺ ആക്കിയാണ്. കഷ്ടം. ഓക്കെ, ഇനി അടുത്തത് ഫോർമുലാസ്, ഫംഗ്ഷൻ ആൻഡ് ചാർട്ട്സ് കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കും പിള്ളേര്. Page number, please. പേജ് നമ്പർ 130. 130. കിട്ടിയില്ലേ? റഹമത്തിന് കിട്ടിയില്ലേ? സൈലന്റ് ആയി പോയെ. Question പറഞ്ഞോ. ഓക്കെ, Question number. പറയാട്ടോ, ഒരു മിനിറ്റ്. Question number 8. Question number 8. കിട്ടിയാ? വാട്ട് ഈസ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്? ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുള്ള ചോദ്യമാണ് കേട്ടാ. വാട്ട് ഈസ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്? What is smart art graphics? Yeah. How to create smart art? അതും വേണേ. How to create smart art. 1 minute. Page number 125. How create a smart art? രണ്ടും ഉണ്ടല്ലേ? രണ്ടും ഉണ്ട്. 9 ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം മിസ്സേ? അതാരാ? ക്യാമറ ഓൺ ആക്കാത്ത ആളാണല്ലോ പറഞ്ഞേ. ക്യാമറ ഓൺ ആക്കിയാ പറയാം. ക്യാമറ ഓൺ ആക്കിയാ പറയാം. പേടിയിട്ടല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ ക്യാമറ ഓഫ് ആക്കി. കണ്ടോ? ഇതാണ് കളി. ക്വസ്റ്റ്യൻ നമ്പർ 8ഉം ക്വസ്റ്റ്യൻ നമ്പർ, ഞാൻ സാറിനോട് പറയണ്ട് അറ്റൻഡൻസ് ക്യാമറ ഓൺ ആക്കിയാൽ മാത്രം അറ്റൻഡൻസ് പോകും. അത് മതിയാ? ക്വസ്റ്റ്യൻ നമ്പർ 3 ഇട്ട് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 3.
3 അത് ഈ സെയിം ചാപ്റ്ററിലാണോ? Same chapter. Question number 3 by yours. What do you mean by charts? What are the various type of charts? What do you mean by chart? What are the various types of charts? Yeah, adani. $150 onwards. Ade. Ini question number 4. Write the component of charts. ഒന്നല്ലെങ്കിൽ പേര് പഠിക്ക കേട്ടാ. ഒന്നും പഠിച്ചില്ലെങ്കിൽ കോമ്പോണൻസിന്റെ പേരെങ്കിലും പഠിക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചില്ലെങ്കിലും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ് കാറ്റഗറി, വൈ ആക്സിസ് വാല്യൂ, അതൊക്കെ കേട്ടാ. അല്ല ഒരു ഡൗട്ട്, അതപ്പോ ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ? മലയാളത്തിൽ അപ്പുറത്തുണ്ടല്ലോ പേജില്. പേജ് നമ്പർ 119 തൊട്ടടുത്ത് തന്നെ പേജില് മലയാളത്തിൽ കണ്ടില്ലേ? മലയാളത്തിൽ എഴുതിയാ മതി. ഓക്കെ, മലയാളത്തിൽ എഴുതിയാ മതി. അപ്പൊ ഇതും ഇത്ര ഉള്ളൂ കേട്ടാ. അപ്പൊ കുറേശ്ശെ പഠിക്കാം, നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത ചാപ്റ്റർ ക്രിയേറ്റീവ് പ്രസന്റേഷൻ. ചാപ്റ്റർ ഏതാ? നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 9, 130 പേജ് നമ്പർ. 130 സോറി 130 ആണ്. 30. I know. Question number ഏതാ? ഓക്കെ, അതിലെ ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. 18 ഷോർട്ട് കീസ് വരും. ഷോർട്ട് കീസ്. Page number please. ശ്രീതി അരുൺ ഇല്ലേ? പോയോ? 18 അല്ലേ? ഓണല്ലല്ലോ. പേജ് എത്ര? പേജ് നമ്പർ 114. പേജ് നമ്പർ 144. ഓക്കെ, അതില് ഷോർട്ട് കീസ് ഉണ്ടോ? കൺട്രോൾ എല്ലാം പഠിക്കണം എന്ന് ഞാൻ പറയും, പക്ഷെ ഏറ്റവും ലാസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ആണ്. മാക്രോസ് ഉണ്ടോ? അതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാ. മാക്രോസ് ഓൾട്ടർനേറ്റ് പ്ലസ് F8 അത് എന്തായാലും പഠിക്കണം. ബാക്കി ജസ്റ്റ് നോക്കി വെക്കാം കേട്ടാ. കഴിഞ്ഞ ഇതില് ഷോർട്ട് കീസ് ഇല്ലേ പിള്ളേരെ, അത് തന്നെ ചിലത് സെയിം ആയിരിക്കും. അപ്പൊ അത് പഠിച്ച് എന്ത് ചെയ്യാം, ഇതും എഴുതാം. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 പേജ് 132. 1 minute. 132 question number 3. Differentiate between normal view and slide sorter view. Okay. ഒന്നുകൂടെ പറഞ്ഞ മിസ്, എന്റെ ഗൈഡ് ഇതായതുകൊണ്ട് എനിക്ക്. Question number 3. Differentiate between the normal view and the slide sorter view. Slide sorter view, normal view. Differentiate ചെയ്യാം. സീന കറണ്ട് ഇല്ലേ ഇവിടെ? ഇല്ല, കറണ്ട് ഇല്ല. എന്നാ കുഴപ്പമില്ല, വീഡിയോ ഓഫ് ആക്കിക്കോ. കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ
ഓക്കെ അല്ലേ? അതെ, ഇനി അടുത്ത എന്താ മേഘത് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റാ? ആ റിജു എന്താ പോയേ? പോയിട്ട് വന്നാണോ? റിജു ഓക്കെ. അപ്പൊ അതും അത്ര ഉള്ളൂ കേട്ടോ. Yeah. ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ 10. Yeah. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. കാരണം എന്താ, നിങ്ങൾ +2 ആണ് അല്ലേ? +2ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇന്റർനെറ്റ്. ഏറ്റവും അവസാനം കണ്ടില്ലേ? സീനിയർ സെക്കൻഡറി എഴുതാനുണ്ടോ? അതെന്തിനാ? +2 ആണെന്ന് കാണിക്കാനാ. +2 ആണെന്ന് കാണിക്കണമെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കണം. ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇതിന്ന് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 വരും, ക്വസ്റ്റ്യൻ നമ്പർ 5 വരും, ക്വസ്റ്റ്യൻ നമ്പർ 7. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. What do you mean by ISDN? EPCIP. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കിയേ. 4, 5, 7. 15, 16. ആരെല്ലാം ഒന്ന് വായിച്ചു തരുമോ? ആരെങ്കിലും വായിച്ചെടുക്കാവോ? ചാപ്റ്റേഴ്സ് നെയിം അല്ല ക്വസ്റ്റ്യൻസ് നെയിം. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വായിച്ചെടുത്തേ. വേണം സാർ. അയ്യോ സാർ, ഗൈഡില് ഫുള്ള് വ്യത്യാസമുണ്ട് എനിക്ക് കിട്ടിയേക്കുന്നതില്. ഒരു കാര്യം ചെയ്യേ, ക്വസ്റ്റ്യൻ നമ്പർ വാട്ട് ഡു യു മീൻ ബൈ ISDN? പേജ് നമ്പർ 150 ആണ്. വാട്ട് ഡു യു മീൻ ബൈ ISDN? ഓക്കെ. ഓക്കെ സാർ. Okay. Then 5. Question number 5. What do you mean by TCP/IP? What you mean by TCP/IP? Okay, sir. കഴിഞ്ഞോ? കഴിഞ്ഞു. Then question number 7. What is search engine? Mention 2 important search engines available in internet. What is search engine? Search engine. What is search engine? Question other second. Mention 2 important search engines available in internet. കിട്ടിയോ? ഓക്കെ സാർ. അത് 7 കഴിഞ്ഞു. അടുത്തത് 15 ആണ്. 15. പേജ് നമ്പർ 160. പേജ് നമ്പർ 160. ക്വസ്റ്റ്യൻ നമ്പർ 15. What is Telnet? What is Telnet? Telnet. സ്പെല്ലിംഗ് എന്ന് പറയാം സാർ. TELNET. കിട്ടിയോ? കിട്ടിയ സാർ.
What is Telnet? നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. Next, question number 16, final. What is FTP? File Transfer Protocol എന്നാണ് അതിന്റെ ബ്രാക്കറ്റിലുള്ളത്. What is FTP? അതിന്റെ expanded abbreviation File Transfer Protocol എന്നാണ്. ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഓക്കെ താങ്ക് യു സർ. Welcome. ഓക്കെ Then അല്ലേ? finish. ഓക്കെ ഓക്കെ സർ. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. അപ്പൊ അപ്പൊ ഇത്രയും ഇത് നന്നായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് പഠിക്കാം. പഠിച്ചാൽ മതി. ആ എത്ര പഠിച്ചാൽ ഇത്രയും മതി. ക്വസ്റ്റ്യൻസ് പഠിക്കാം. It must study well. ഓക്കെ, എല്ലാരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. എക്സാം അടുത്ത് വരാണ്. Okay. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇടാ. മിസ് ആരെങ്കിലും എനിക്ക് ഫോർവേഡ് ചെയ്ത് തരും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വോയിസ് ഇട്ട് പറഞ്ഞുതരാം കേട്ടോ. If you give your own ഇതിനുള്ള number, we short can questions. directly contact and give chats. അതങ്ങനെ വേണ്ട, കുഴപ്പമില്ല. ഗ്രൂപ്പിൽ മതി, ഗ്രൂപ്പിൽ ഇട്ടാ മതി. Okay, thank you. ഓക്കെ, ടീച്ചർ ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കിട്ടാൻ. അത് ഞാന് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാം. ഓക്കെ. എന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞാൽ മതി മിസ്സിന് കേട്ടോ. അല്ലെ മിസ്സിനോട് ഞാൻ പറഞ്ഞേക്കാം. അങ്കമാലി ബ്രാഞ്ചോ പെരുമാർ ബ്രാഞ്ചോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം ഗ്രൂപ്പിലേക്ക് ഇടാൻ കേട്ടോ. Okay. അങ്ങനെ നാളെ തന്നെ ഇടുകയാണെങ്കിൽ I think it is better. പറയാം, ഞാൻ പറഞ്ഞേക്കാം. പെരുമ്പാവൂർ ആരെങ്കിലും ഉണ്ടോ ബ്രാഞ്ച്? ഞാനൊരു അംഗവാലിയാ. പെരുമ്പാവൂരാണോ? ഞാൻ പെരുമ്പാവൂരും ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. ശരി, എന്നാ ലെഫ്റ്റ് ആയിക്കോട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിസ്.